മെയിൻറ്റെയിൻ ചെയ്യണമെന്നുമില്ല. അപ്പൊ നമ്മൾ ഏത് ERP ആണ് അവർ യൂസ് ചെയ്യുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിന് അടുത്ത സൊല്യൂഷൻ ആയിട്ട് തന്നെ ഇത് പോകേണ്ടത്. അപ്പൊ ഇവർക്ക് ഒരു ഡെവലപ്പിംഗ് എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തതാണ് നമ്മുടെ സ്റ്റാർട്ടപ്പിന്റെ ഏറ്റവും വലിയ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ. നമ്മുടെ നാട്ടിൽ സ്റ്റാർട്ടപ്പ് നിങ്ങൾ എടുത്ത് നോക്കും, 100 കമ്പനി എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നോക്കിയാൽ 5 വർഷം കഴിഞ്ഞാൽ 10 കമ്പനി ഉണ്ടാവുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡെവലപ്പ് ചെയ്യാൻ ഒരു സാധ്യതയില്ലാതെ. അതുകൊണ്ട് തന്നെ ഒരു ഫ്രഷറെ സംബന്ധിച്ചോളം ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ അയാൾ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നിർബന്ധമില്ല. അയാൾ ആ ഫെയിലിയറിന്റെ കൂടെ അങ്ങ് ഒഴുകിപ്പോകും. അപ്പൊ പക്ഷെ അയാൾക്ക് ആ കരിയർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അയാൾ ഒരു വലിയ കമ്പനിയിൽ എസ്റ്റാബ്ലിഷ് കമ്പനി കിട്ടുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. അതിൽ കയറി പോയിട്ട് ഡെവലപ്പ് ചെയ്ത് നേരെ അയാൾക്ക് 5 വർഷം കഴിഞ്ഞിട്ട് ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട്. ഇപ്പൊ ഞങ്ങൾ പൊതുവെ പറയുന്ന ഒരു സംഭവമുണ്ട്, അതായത് വലിയ കമ്പനിയുടെ വാലായിരിക്കുന്നേക്കാൾ നല്ലതാണ് ചെറിയ കമ്പനിയുടെ തലയായിട്ട് ഇരിക്കുക എന്നുള്ളത്. അപ്പൊ ആ ചെറിയ കമ്പനിയുടെ തലയായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കമ്പനിയിൽ പോയിട്ട് വാലായിട്ട് എക്സ്പീരിയൻസ്ഡ് ആവണം. അതിനുശേഷമാണ് ചെറിയ കമ്പനിയുടെ തലയായിട്ട് ഇരിക്കാൻ പാടുള്ളൂ.